വായിച്ചു നോക്കിയാൽ ഇത് എളുപ്പമാണ് കേട്ടോ. ഹീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ റബ്ബ് ചെയ്യുമ്പോൾ മെക്കാനിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. കെമിക്കൽ എനർജി എന്ന് പറയുന്നത് റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്യുമ്പോൾ പ്രൊഡക്ട്സ് ഉണ്ടാകുന്നു. ചിലപ്പോൾ അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അപ്പോൾ അതിന് എക്സോതെർമിക് എന്ന് പറയും. ഹീറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നതിന് എൻഡോതെർമിക് എന്ന് പറയും. ഇലക്ട്രിക്കൽ എനർജി ഉണ്ട്, ന്യൂക്ലിയർ എനർജി ഉണ്ട്. അതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്കറിയാം E=mc². ആ ഇക്വേഷൻ മാത്രം എഴുതി വയ്ക്കുക. E=mc², വേർ c is the velocity of light എന്ന് കൊടുക്കുക. അതിൽ കാൽക്കുലേറ്റ് ദ എനർജി ഇക്വലന്റ് ടു 1 കിലോഗ്രാം ഓഫ് മാസ്. 1 കിലോഗ്രാം ഓഫ് മാസിന് ഇക്വലന്റ് ആയിട്ടുള്ള എനർജി എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. E=1 കിലോഗ്രാം 1 ഇൻറ്റു mc². സി എന്ന് പറയുന്നത് എന്താ, വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ 3 × 10⁸ ഹോൾ സ്ക്വയർ എന്ന് വരും. അതിൽ നമുക്ക് ആൻസർ കിട്ടും 9 × 10⁻16 ജൂൾ എന്ന് വരും. അപ്പോൾ 1 കിലോഗ്രാം ഓഫ് മാസിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് 9 × 10⁻16 ജൂളാണ്. ഇനി കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പണ്ട് നിങ്ങൾ പഠിച്ചേക്കുന്ന കൺസർവേഷൻ ഓഫ് എനർജിയാണ്. അപ്പോൾ എനർജി കൺസർവേഷൻ ഓഫ് ലോ അല്ലെങ്കിൽ എനർജി കൺസർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തെന്ന് എഴുതാം, ടോട്ടൽ എനർജി ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ് എന്ന് എഴുതാം. അതായത് എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ക്യാൻ ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഫോം ടു അനദർ അല്ലേ. അപ്പോൾ മെക്കാനിക്കൽ എനർജിയുടെ കൺസർവേഷൻ ഓഫ് എനർജി ലോ ചോദിച്ചാൽ അത് എഴുതാം. പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം ആണ്. അതായത് റേറ്റ് ഓഫ് വർക്കിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ദർഫോർ പവർ P = W/T എന്ന് എഴുതാം. നമുക്കറിയാം പവറിൻ്റെ ഡയമെൻഷൻ ഫോർമുലയും പവറിൻ്റെ യൂണിറ്റും നമുക്കറിയാം. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. പവറിൻ്റെ ഡയമെൻഷൻ ഫോർമുല വർക്ക് ബൈ ടൈം ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും അല്ലേ. വർക്ക് എന്ന് പറയുന്നത് ml² T⁻² ആണ്, ഡിവൈഡഡ് ബൈ T ചെയ്യുക. അപ്പോൾ ml² T⁻³ എന്ന് കിട്ടും. ഇൻസ്റ്റൻറ്റേനിയസ് പവർ എന്ന് ജസ്റ്റ് ഹെഡിങ് കൊടുത്തിട്ട് ഇക്വേഷൻ മാത്രം എഴുതി വയ്ക്കുക. ആ ഇൻസ്റ്റൻറ്റേനിയസ് പവർ എന്ന് പറയുന്നത് P = നമുക്ക് എന്ത് എഴുതാം, dW/dt എന്ന് എഴുതാം. നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്താണ്, ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എന്താണെന്നൊക്കെ എഴുതുമ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് പവർ എന്ന് പറയുന്നത് dW/dt ആയിരിക്കും. ഇനി പവറിൻ്റെ പലതരത്തിലുള്ള യൂണിറ്റുകളാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക. 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടാണ്. ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റാണ് കിലോ വാട്ട് അവർ. കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റാണ്. നമ്മൾ വീട്ടിലെ ഇലക്ട്രിക് മീറ്ററിലൊക്കെ കറൻറ്റിൻ്റെ ഉപയോഗം, നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയുടെ ഉപയോഗം കാണിക്കുന്നത് കിലോ വാട്ട് അവറിലാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 3.6 × 10⁶ ജൂളാണ്. ഇനി ഒരു പ്രോബ്ലം ശ്രദ്ധിക്കുക. ഒരു പമ്പ് ഗ്രൗണ്ട് ഫ്ലോറിലെ ബിൽഡിങ്ങിൽ അതിന് പമ്പ് വാട്ടർ ടു എ ഫിൽ ടാങ്ക് വോളിയം ഓഫ് 30 m³ in 15 minutes. If the tank is 40 meter above the ground, efficiency of pump 30%. How much electrical power is consumed? എത്ര ഇലക്ട്രിക് പവർ ആണ് കൺസ്യൂം ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം പവർ P = വർക്ക് ബൈ ടൈം ആണ്. ഇവിടെ ഹൈറ്റ്, ടാങ്ക് ഹൈറ്റിലായതുകൊണ്ട് വർക്കിന് പകരം നമുക്ക് എന്ത് എഴുതാം, mgh എന്ന് എഴുതാം. നമുക്കറിയാം ഡെൻസിറ്റി റോ = മാസ് ബൈ വോളിയം ആണ്. ദർഫോർ മാസ് എന്ത് വരും, ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് വരും. ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ടോ, ഡെൻസിറ്റി എന്ന് പറയുന്നത് വാട്ടറിൻ്റെ ഡെൻസിറ്റി തന്നിട്ടില്ലെങ്കിലും അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അതായത് 3000 എന്നാണ്, 3000 ആണെന്ന് തോന്നുന്നു. വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 3000 ആണ്. ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. സോറി വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 ആണ്. വോളിയം നമുക്ക് 30 m³ തന്നിട്ടുണ്ട്. ദർഫോർ 1000 × 30 ആണ് നമുക്ക് 30,000 എന്ന് വരുന്നത്. G എന്ന് പറയുന്നത് 9.8 തന്നിട്ടുണ്ട്. H എന്ന് പറയുന്നത് 40 മീറ്റർ ആണ്. ഓക്കെ, ടൈം 15 മിനിറ്റ് എന്നാണ് തന്നിരിക്കുന്നത്. 15 മിനിറ്റിന് SI യൂണിറ്റ് ആയിട്ടുള്ള സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 15 × 60 എന്ന് വരും. പവറിൻ്റെ ഇക്വേഷൻ എന്താ, mgh/t ആണ്. mgh/t ചെയ്യുമ്പോൾ നമുക്ക് പവറിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് എത്ര ഔട്ട്പുട്ട് കിട്ടുന്നു, അല്ലെങ്കിൽ ഇൻപുട്ട് പവറിന് എത്ര ഔട്ട്പുട്ട് പവർ കിട്ടുന്നു എന്നുള്ളതാണ് എഫിഷ്യൻസി. അതായത് 100% എഫിഷ്യൻ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് എന്താണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇനീഷ്യലി എന്താ കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടണം. അങ്ങനെ 100% കിട്ടുന്നതിനെയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് തെർമോഡൈനാമിക്സിൽ പഠിക്കും. അപ്പം ഇത് 30% ആണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര പവർ കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പം 100% ആണെങ്കിലുള്ള പവറാണ് നമ്മൾ 13.067 എന്ന് കിട്ടിയത്. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസി ഈറ്റ = ഇക്വേഷൻ പഠിക്കുക. എഫിഷ്യൻസി ഈറ്റ എന്ന് പറയുന്നത് 100% ഉള്ള പവർ
പി ഡിവൈഡഡ് ബൈ ഇപ്പോൾ ഉള്ള ആക്ച്വൽ പവർ. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ച്വൽ പവർ ആണ് കിട്ടേണ്ടത് അല്ലേ? ആക്ച്വൽ പവർ ആണ് കിട്ടേണ്ടത്. അപ്പോൾ ആക്ച്വൽ പവർ ഇസ് ഈക്വൽ ടു മറ്റേ പി ബൈ ഈറ്റ എന്ന് വരും. ഈറ്റ എന്നാണ് അത് വായിക്കുക കേട്ടോ. എഫിഷ്യൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് ആ സൈൻ കൊണ്ടാണ് അതിനെ വായിക്കുന്നത് ഈറ്റ എന്നാണ്. അപ്പം ആക്ച്വൽ പവർ ഇസ് ഈക്വൽ ടു എത്ര വന്നു? 13 സംതിങ് ഡിവൈഡഡ് ബൈ 30% ആണ് എഫിഷ്യൻറ്റ് അല്ലേ? 30% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30/100 ആണ്. പെർസെൻറ്റേജിനെ മാറ്റുമ്പോൾ 30/100 എന്ന് പറയുന്നത് 0.3 ആണ് അല്ലേ? അതുകൊണ്ടാണ് 0.3 എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുക. അടുത്തതൊരു മെഷീൻ ഗൺ അല്ലേ? ചകചകചകചാന്ന് പറഞ്ഞിട്ട് ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന ഒരു മെഷീൻ ഗൺ. 60 ബുള്ളറ്റ് ഒരു മിനിറ്റിൽ 700 മീറ്റർ/സെക്കൻഡിൽ ഫയർ ചെയ്യുന്നുണ്ട്. ഒരു ബുള്ളറ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് 50 ഗ്രാം ആണെങ്കിൽ പവർ എത്രയാണെന്നാണ് ചോദിക്കണേ. അപ്പോൾ ഇവിടെ വേറൊരു രീതിയിലും ചെയ്യാം കേട്ടോ. ഇവർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാസ് ഫയേർഡ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് M/T. മാസ് എത്രയാണെന്ന് നോക്കാം. ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 60 ബുള്ളറ്റ് ഉണ്ട്. ഒരു ബുള്ളറ്റിൻ്റെ മാസ് 50 ഗ്രാം ആണ്. ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് ആക്കാം. അപ്പോൾ 60 × 50 × 10⁻³ ഡിവൈഡ് ബൈ പെർ സെക്കൻഡ് ആണ് അല്ലേ? ഇത് പെർ മിനിറ്റ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡിവൈഡ് ബൈ 60 എന്ന് കൊടുക്കുക മിനിറ്റിനെ സെക്കൻഡ് ആക്കാനായിട്ട്. നമുക്ക് M/T കിട്ടി. വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 700 മീറ്റർ/സെക്കൻഡ് തന്നിട്ടുണ്ട്. പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം ആണ്. ഇവിടെ വർക്ക് എന്ന് പറയുന്നത് ബുള്ളറ്റിൻ്റെ കേസിൽ എന്താണ്? കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ½ mv²/t എന്ന് കൊടുക്കുക. അതിൽ ½ v² × M/T എന്ന് എഴുതാം അതിന് വേണമെങ്കിൽ അല്ലേ? അപ്പോൾ എന്ത് വന്നു? ½ × M/T നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടില്ലേ? 50 × 10⁻³ v² എന്ന് പറയുന്നത് എത്രയാണ്? 700 മീറ്റർ/സെക്കൻഡ്. ഇത് വേറൊരു രീതി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. അതായത് ആദ്യം മാസ് കണ്ടുപിടിക്കുക, ബുള്ളറ്റിൻ്റെ മാസ് കണ്ടുപിടിക്കുക. ബുള്ളറ്റിൻ്റെ മാസ് എന്താ? 60 × 50 × 10⁻³. എന്നിട്ട് പവർ കണ്ടുപിടിക്കുക. ½ mv²/t. അതിൽ ½ × മാസിൻ്റെ വാല്യൂ കൊടുക്കുക, വെലോസിറ്റിയുടെ വാല്യൂ കൊടുക്കുക, ബൈ ടൈം 60 എന്ന് കൊടുക്കുക മിനിറ്റിൻ്റെ. അങ്ങനെ എന്താ പറയുക, വേറെ ആയിട്ട് കൊടുത്താലും കുഴപ്പമില്ല. മാസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് തോന്നില്ല അങ്ങനെ എഴുതാനായിട്ട്. അപ്പോൾ മാസ് ഇൻഡിവിജ്വലി കണ്ടുവച്ചിട്ട് ഡിവൈഡ് ബൈ ടൈം ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അടുത്തതിലും നോക്കിക്കുക, ഒരു ടർബൈൻ, ഒരു ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ഒരു വാട്ടർഫോൾ നോക്കുക. വാട്ടർഫോൾ ചെയ്യുന്നത് 100 kg/s റേറ്റിലാണ്. അപ്പോൾ മാസ് ബൈ ടി ട്ടാ, അതാണ് 100 kg/s. കഴിഞ്ഞ പ്രോബ്ലത്തിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ? ഹൈറ്റ് h ആണ്. ഹൈറ്റ് h 100 മീറ്റർ ആണ്. വാട്ട് വിൽ ബി ദ പവർ? പവറിൻ്റെ ഇക്വേഷൻ W/T ആണ്. ഇവിടെ ഹൈറ്റ് h നിന്ന് വരുന്നതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ mgh/tയിൽ M/T എന്ന് പറയുന്നതാണ് 100 അല്ലേ? M/T മാസ് പെർ സെക്കൻഡ് എന്ന് പറയുന്നതാണ് 100 എന്ന് പറയുന്നത്. അപ്പോൾ 100 × G 9.8 കൊടുക്കുക, h ഹൈറ്റ് കൊടുക്കുക. നമുക്കതിൻ്റെ ആൻസർ കിട്ടും. നമ്മൾ സാധാരണ രീതിയിൽ വർക്ക് എനർജി തിയറം പ്രൂവ് ചെയ്യാനാണ് പറയുള്ളൂ. ഇൻ ദ കേസ് ഓഫ് എ വേരിയബിൾ ഫോഴ്സ് എന്ന് സെപ്പറേറ്റ് ചോദിക്കുകയാണെങ്കിലാണ് ഈ ഡെറിവേഷൻ വരുന്നത്. അങ്ങനെ ഇതുവരെ ചോദിച്ചിട്ടില്ല. എന്നാലും നിങ്ങൾ നല്ലോണം പഠിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ നല്ലോണം ഞാൻ പണ്ട് പറയാറില്ല, അതുപോലെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എഴുതുന്നതാണ്. ഇത് നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലും എഴുതി വയ്ക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ട്, കാരണം ഡിഫറൻസിയേഷൻ വരുന്നതാണ്. അതായത് നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ½ mv² ആണ്. അപ്പോൾ k = ½ mv². നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് എഴുതുക? നമ്മൾ d/dt എന്നാണ് എഴുതുക. ടൈമിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ d/dt ഓഫ് k is equal to റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എന്തെന്ന് എഴുതും? d/dt ഓഫ് ½ mv² എന്ന് എഴുതും. ½ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്തിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി? വെലോസിറ്റിനെ v² മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ സാധാരണ രീതിയിൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് d/dx ഓഫ് x² എന്ന് പറയുന്നതാണ്. d/dx ഓഫ് x⁻n എന്ന് പറയുന്നതാണ് n × x⁻n−1. അപ്പോൾ d/dx ഓഫ് x² എന്ന് പറയുമ്പോൾ എന്താ വരിക? 2 × x⁻2−1 എന്ന് വരും. അപ്പോൾ ആ എക്സ് ഡിനോമിനേറ്ററിൽ വരണം. d/dx ഓഫ് x² എന്ന് വരണം, അല്ലെങ്കിൽ d/dt ഓഫ് t² എന്ന് വരണം, d/dy ഓഫ് y² എന്ന് വരണം. ഇവിടെ അതെന്താണ്? d/dt ഓഫ് v² ആണ്. അപ്പോൾ d/dv ഓഫ് v² ആണെങ്കിൽ നമുക്ക് 2v എന്ന് വെറുതെ എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? d/dt ഓഫ് v² ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതുമെന്ന് വെച്ചാൽ, സാധാരണ രീതിയിൽ 2 × v⁻² എന്ന് എഴുതിയിട്ട് അതിൻ്റെ കൂടെ നമ്മൾ എന്തുകൂടി എഴുതണം? dv/dt എന്ന് കൂടി എഴുതണം.
മനസ്സിലായോ? അതായത് d/dx ഡിനോമിനേറ്ററിൽ വരുന്ന ആ വേരിയബിൾ തന്നെ ആയിരിക്കണം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ അത് d/dt ഓഫ് വി സ്ക്വയർ ആണ്. d/dv ഓഫ് വി സ്ക്വയർ ആണെങ്കിൽ കുഴപ്പമില്ല. d/dt ഓഫ് വി സ്ക്വയർ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് അത് എഴുതേണ്ട മെത്തേഡ്. ഹാഫ് m ഇൻറ്റു 2 ഇൻറ്റു വി റേസ് ടു 2 മൈനസ് 1 ഇൻറ്റു dv/dt എന്നുകൂടി എഴുതണം. ഓക്കെ, അത് അതിൻ്റെ മെത്തേഡാണ്. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? ഹാഫ് m ഇൻറ്റു 2v ഇൻറ്റു dv/dt അല്ലേ? അപ്പോൾ ഹാഫ് എമ്മിലെ ഹാഫും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ m ഇൻറ്റു dv/dt ഇൻറ്റു v എന്ന് കിട്ടും. അതിൽ m ഇൻറ്റു dv/dt എന്ന് പറയുന്നത് എന്താ? dv/dt എന്ന് പറയുന്നത് ആക്സലറേഷൻ അല്ലേ? അപ്പോൾ m ഇൻറ്റു av എന്ന് വരും. m എന്ന് പറയുന്നത് ആക്സലറേഷൻ ആണ്. അപ്പോൾ m ക്ക് പകരം f കൊടുക്കുക. അപ്പോൾ എന്ത് വരും? dk/dt ഈക്വൽ ടു f ഇൻറ്റു v എന്ന് വന്നു. f ഇൻറ്റു v എന്ന് പറയുന്നത് എന്താ? v വെലോസിറ്റി dx/dt അല്ലേ? നമുക്ക് എന്തെന്ന് എഴുതാം? f ഇൻറ്റു dx/dt എന്ന് എഴുതാം. അപ്പം ഈ dk/dt ഈക്വൽ ടു f ഇൻറ്റു dx/dt അല്ലേ? അപ്പം രണ്ട് സൈഡിലും dt/dt ഉണ്ട്. ആ dt-നെ ക്യാൻസൽ ചെയ്താൽ എന്ത് വരും? dk ഈക്വൽ ടു f ഇൻറ്റു dx എന്ന് വരും. ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തു, ഇനി നമ്മൾ വീണ്ടും അതിൻ്റെ നേരെ തിരിച്ച് ചെയ്യാം, റിവേഴ്സ് ചെയ്യാം. ഇൻ്റഗ്രൽ കെ ഐ ടു കെ എഫ് എന്ന് പറയുന്നത് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ടു ഫൈനൽ കൈനറ്റിക് എനർജി. കെ ഐ ടു കെ എഫ് ഡി കെ is equal to ഇൻ്റഗ്രൽ എഫ് ഇൻറ്റു ഡി എക്സ് എന്ന് വരും. ഓക്കെ, അപ്പം ഇൻ്റഗ്രൽ കെ ഐ ടു കെ എഫ് ഡി കെ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കെ എഫ് മൈനസ് കെ ഐ എന്നാണ് കിട്ടുക. ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ഇൻ്റഗ്രൽ എഫ് ഇൻറ്റു ഡി എക്സ് എന്ന് പറയുന്നത് എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ? വർക്ക് ഡൺ ആണ്. അപ്പോൾ കെ ഐ മൈനസ് കെ എഫ് ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ, ഡബ്ല്യു എന്ന് കിട്ടും. അങ്ങനെ നമ്മൾ വേരിയബിൾ ഫോഴ്സിൻ്റെ കേസിലും വർക്ക് എനർജി തിയറം പ്രൂവ് ചെയ്തു. ഇവിടെ വേരിയബിൾ ഫോഴ്സ് ആണ് നമുക്ക് എങ്ങനെ മനസ്സിലായ? ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിഫറൻഷ്യൽ ക്യാരക്ടേഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ ആ വാല്യൂ കോൺസ്റ്റൻ്റ് അല്ല എന്ന് അതിൻ്റെ അർത്ഥം കേട്ടോ. ഇതിൽ കൊളീഷൻ എന്ന് ഹെഡിങ് കൊടുക്കുക, ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് അടിയിൽ ഹെഡിങ് കൊടുക്കുക. ബോത്ത് ലീനിയർ മൊമെൻറ്റം ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം ആർ കൺസേർവ്ഡ് എന്ന് എഴുതുക. ഇലാസ്റ്റിക് കൊളീഷനിൽ ലീനിയർ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ് ബട്ട് കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ് എന്ന് എഴുതുക. ദ ലോസ് ഓഫ് കൈനറ്റിക് എനർജി യൂഷ്വലി റിസൾട്ട് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ഓർ സൗണ്ട് എനർജി എന്നുള്ളത് എഴുതുക. ബാക്കിയുള്ളത് എഴുതണ്ട. കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ എഴുതണ്ട. ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ എഴുതാം. ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ്റെ ഞാൻ വീഡിയോ അയച്ചു തരാം, അത് കേൾക്കുക കേട്ടോ. അതിൽ ഞാൻ വീഡിയോ തരുമ്പോൾ തന്നെ ഒന്ന് രണ്ട് ചെറിയ തെറ്റുകളുണ്ട്, അത് ഞാൻ കറക്റ്റ് ചെയ്യണില്ല, ഒക്കെ കൂടി വീണ്ടും പറയേണ്ട വെച്ചിട്ടാണ്. അതിൽ ചെറിയ കറക്ഷൻസ് ഉള്ളത് ഞാൻ അടിയിലിടാം. ഓക്കെ, മോഷൻ ഓഫ് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ ആണ് നമ്മൾ പറയുന്നത്. അതായത് m1 എന്ന് പറയുന്ന ഒരു മാസും m2 എന്ന് പറയുന്ന ഒരു മാസും ഉണ്ട്. u1 u2 എന്ന് പറയുന്നത് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റിയാണ്. v1 എന്ന് പറയുന്ന മാസും v2 എന്ന് പറയുന്ന വെലോസിറ്റി ഉണ്ട്. m1 m2 എന്ന് പറയുന്നത്, അതായത് ഇത് m1 m2 എന്ന് പറയുന്ന രണ്ട് മാസുകൾ തമ്മിൽ ഡിഫറെൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്തപ്പോൾ അവർ തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ ഇടിച്ചതിന് ശേഷം കൊളീഷന് ശേഷമുള്ള വെലോസിറ്റിയാണ് v1 v2 എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആയതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ് m2ൻ്റെ, അതായത് u2 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമ്മൾ ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ എന്ത് കൺസേർവ്ഡ് ആണ്? ഇൻഇലാസ്റ്റിക് ആണെങ്കിലും ഇലാസ്റ്റിക് ആണെങ്കിലും മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല, പക്ഷെ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ബൈ ദ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്താണ് പറയുക? മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഇസ് ഈക്വൽ ടു മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. മൊമെൻറ്റം ബിഫോർ കൊളീഷൻ എന്താ? മൊമെൻറ്റം ബിഫോർ കൊളീഷൻ എന്ന് പറയുന്നത് ഇവിടെ മാത്രം മൊമെൻറ്റം ഉള്ളൂ. കാരണം എന്താ? ഇവിടെ മാത്രം വെലോസിറ്റി ഉള്ളൂ, മറ്റേതിൻ്റെ വെലോസിറ്റി 0 ആണ്. ദെയർഫോർ
കൊളീഷന് മുമ്പ് ഉള്ള മൊമെന്റം എന്ന് പറയുന്നത് എം വി ആണ് അല്ലേ മൊമെന്റത്തിന്റെ ഇക്വേഷൻ. അപ്പൊ ഇവിടെ അത് എന്ത് വരും, m1 × u എന്ന് വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇടിച്ചതിന് ശേഷം രണ്ടിനും വെലോസിറ്റി ഉണ്ടായി, രണ്ട് മാസിനും വെലോസിറ്റി ഉണ്ടായി. അപ്പൊ നമുക്ക് ഫൈനൽ മൊമെന്റം അല്ലെങ്കിൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ എന്ന് പറയുന്നത് എന്തെന്ന് എഴുതാം, നമുക്ക് m1v + m2v എന്ന് എഴുതാം. അതിൽ നിന്ന് v കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. ദെർഫോർ m1 × m2 m1 + m2 × v എന്ന് വന്നു. അതിൽ നിന്ന് v is equal to ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്ത് വരും, m1 / m1 + m2 × u എന്ന് വന്നു. നമ്മൾ ലോസ് ഓഫ് കൈനറ്റിക് എനർജി ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ലോസ് ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അല്ലേ. അതായത് ഇനീഷ്യലി അതിന് കൈനറ്റിക് എനർജി ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് ഇലാസ്റ്റിക് കൊളീഷൻ വഴി. അപ്പൊ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്താ, യുവിനാണ് അല്ല m1-നാണ് വെലോസിറ്റി ഉള്ളൂ. അപ്പോൾ ദെർഫോർ m1-ന് മാത്രമേ കൈനറ്റിക് എനർജി ഉണ്ടാവുള്ളൂ. അപ്പോൾ ½ m1u² മൈനസ് കൊളീഷന് ശേഷം രണ്ടു പേർക്കും കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം, ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ ഈസ് ഈക്വൽ ടു മൈനസ് ½ × m1 + m2 × v²² എന്ന് വന്നു. ഇതിൽ ഈ v²ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ഈ ഇക്വേഷൻ കൊടുക്കാം അല്ലേ. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും, ½ m1u² മൈനസ് ½ m1 × m2 × v²ന് പകരം നമ്മൾ എന്ത് കൊടുത്തു, m1u/m1 + m2² എന്ന് കൊടുത്തു. ഓക്കെ, ഇതിന് നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ എന്ത് വരും, ഇവിടെ m1² u² / m1 + m2². അപ്പോൾ നമുക്ക് ഈ m1 + m2² m1 + m2-നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫൈനൽ ഇക്വേഷൻ എന്ത് വന്നു, ½ m1u² മൈനസ് ½ × m1² ഡിവൈഡഡ് ബൈ m1 + m2. ഇതിൽ കോമൺ ആയിട്ട് എന്തുണ്ട്, ½ m1u² ഇതിൽ രണ്ടിലും ഉണ്ട് അല്ലേ. അതിനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ½ m1u² ഇൻറ്റു ഇവിടെ എന്ത് ബാക്കി വരും, 1 മൈനസ് ഇവിടെ m1² ഉണ്ടായിരുന്നു, അപ്പോൾ ഇവിടെ ഒരു m1 ഉണ്ട്, ഡിവൈഡഡ് ബൈ m1 + m2 എന്ന് വന്നു അല്ലേ. ദെർഫോർ ഇക്വേഷൻ എന്ത് വരും, ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ LCM കാണുക. അപ്പോൾ ഈ m1 + m2 ഇങ്ങോട്ട് വരും, m1 + m2 ഈ 1-ൻ്റെ അവിടെ m1 + m2 വരില്ലേ, m1 + m2 മൈനസ് m1 ഡിവൈഡഡ് ബൈ m1 + m2. m1 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ ഇക്വേഷൻ എന്ത് വരും, ½ m1 m2/m1 + m2 × u². ഓക്കെ, by the conservation of momentum നമുക്ക് എന്തെന്ന് എഴുതാം, കൺസർവേഷൻ രണ്ടിനും വെലോസിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ m1u മൊമെന്റത്തിന്റെ ഇക്വേഷൻ തന്നെ m1u + m2u. ഇതാണ് മൊമെന്റം ബിഫോർ കൊളീഷൻ. m1 പ്ലീസ് v + m2 v2 m1 u1 + m2 u1 u2 is equal to m1 v1 + m2 v2. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷനെ എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഈ m1 v1-നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, m2 u2-നെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ എന്ത് വരും, ഇക്വേഷൻ എന്ത് വരും, m1 u1 മൈനസ് m1 v1 is equal to m2 v2 മൈനസ് m2 u2. ഇതിൽ നിന്ന് m1 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ m1 × u1 മൈനസ് v1 is equal to m2 × v2 മൈനസ് u2 എന്ന ഇക്വേഷൻ വന്നു. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ഇനി നമുക്കറിയാം കൈനറ്റിക് എനർജി ഈസ് ഓൾസോ കൺസേർവ്ഡ്. കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണ്. അപ്പോൾ കൈനറ്റിക് എനർജിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം, കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ. അപ്പോൾ ഇക്വേഷൻ എന്ത് മാറ്റം വരും നോക്കാം. കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ എന്താ, ½ m1u1² പ്ലസ് ½ m2u2² is equal to ½ m1v1² plus ½ m2v2². ഓക്കെ, ഇതിൽ നിന്ന് എല്ലാത്തിലും ഹാഫ് ഉണ്ട്. നമുക്ക് ഹാഫിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. എല്ലാ ഇക്വേഷനിലും ഹാഫ് ഉണ്ട്, അപ്പോൾ ഹാഫിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. നെക്സ്റ്റ് ഓക്കെ, ബൈ ദ കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഓക്കെ മക്കളെ, ഇതിൽ നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, അതായത് m2 എന്ന് പറയുന്ന മാസ് ഇനീഷ്യൽ വെലോസിറ്റി ഇല്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ u2 എന്ന് പറയുന്ന വെലോസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇനീഷ്യൽ മൊമെന്റം
M2 U2 എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് നമ്മൾ M1 ഇൻറ്റു യു എന്ന് കൊടുത്തു. U1 U2 പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് M1 ഇൻറ്റു യു എന്ന് കൊടുത്തു. ഇനി ഇന്നിലാസ്റ്റിക് കൊളീഷൻ്റെ പ്രത്യേകത, ഇന്നിലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുറച്ച് ചളി, അതായത് നമ്മൾ ചളിയായിട്ടുള്ള ഒരു സംഭവം, ചളിയും ഒരു ബോളും എന്ന് വിചാരിക്കുക. അതായത് അങ്ങനത്തെ ഒരു സംഭവം, പിന്നെ ഒരു ബോൾ എന്ന് വിചാരിക്കുക. അത് രണ്ടും കൂടി കൂട്ടിയിടിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ ചളി ഉള്ള സംഭവം അല്ലേ, ആ മണ്ണും പിന്നെ എന്താണ് ഈ ബോളും കൂടി ഒരുമിച്ചാണ് പിന്നത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇന്നിലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത് ആ രീതിയിലാണെന്ന്. അതായത് ഇന്നിലാസ്റ്റിക് കൊളീഷന് ശേഷം ഈ M1ഉം M2ഉം സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടാണ് പിന്നെ ട്രാവൽ ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ M1 വന്ന് M2ഉം ഇടിച്ചു കഴിഞ്ഞാൽ ആ ഇടിക്ക് ശേഷം M1ഉം M2ഉം കൂടി ഒരുമിച്ചാണ് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് M1 + M2 ഇൻറ്റു വി എന്ന് കൊടുത്തത് കേട്ടോ. അതായത് ഈ പ്രോബ്ലം 1ഉം അസൈൻമെൻറ്റ് പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കിട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ്. അതൊന്ന് വായിച്ചു നോക്കുക. ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അത്ര ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല. വായിച്ചു നോക്കിയിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ.